ഇപ്പോൾ ചിന്താ ജെറോ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിസർച്ച് സ്കോളർ ആയിരുന്നു. അന്ന് എനിക്ക് JRF തുക കൈപ്പറ്റിക്കൊണ്ട് റിസർച്ച് ചെയ്ത ഒരു വ്യക്തിയാണ്. ആ ഘട്ടത്തിലാണ് എന്നെ യുവജന കമ്മീഷന്റെ അധ്യക്ഷയായി സർക്കാർ നിയമിക്കുന്നത്. ഞാൻ എന്റെ JRF ഫെലോഷിപ്പ് വേണ്ട എന്ന് എഴുതി നൽകിക്കൊണ്ട് ഒരു വലിയ ഉത്തരവാദിത്വം എന്നിൽ ഏൽപ്പിച്ചു എന്ന ആത്മബോധ്യത്തോടുകൂടി യുവജന കമ്മീഷൻ അധ്യക്ഷയായി ചുമതലയേറ്റു. 2016 ചുമതലയേറ്റ സമയത്ത് ഉത്തരവിനോടൊപ്പം ഉണ്ടായിരുന്നത് സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച് പിന്നീട് ഒരു സർക്കാർ ഉത്തരവ് പുറപ്പെടും എന്നതായിരുന്നു. യാതൊരു തരത്തിലുമുള്ള ശമ്പളം പറ്റാതെയാണ് ആദ്യഘട്ടങ്ങളിൽ യുവജന കമ്മീഷൻ അധ്യക്ഷയായി ചുമതലയേറ്റ് പ്രവർത്തിച്ചു വന്നത്. സാന്ദർഭികവശാൽ ഇത്രയേറെ വളഞ്ഞിട്ട് ആക്രമണങ്ങൾ നടക്കുന്നതുകൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചോട്ടെ. ഞാൻ ചുമതല ഏറ്റെടുത്ത അടുത്ത ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ എന്റെ ചിത്രം സഹിതം വന്നത് ചിന്താ ജെറോമിന് 1,75,000 രൂപ ശമ്പളം, പാരസെറ്റാമോൾ വാങ്ങുന്നത് പോലും സർക്കാർ ചിലവിൽ, എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായിക്കൊണ്ടാണ് ഈ പദവി വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കണക്കുകൾ എങ്ങും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത, തെളിവുകളില്ലാത്ത നിഴൽ യുദ്ധം സംഘടിതമായി ചുമതലയേറ്റ അന്നു മുതൽ എനിക്ക് നേരെ നവമാധ്യമങ്ങൾക്കകത്ത് ബോധപൂർവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചുമതലയേക്കുന്ന സമയത്ത് യുവജന കമ്മീഷൻ അധ്യക്ഷയുടെ ശമ്പളം എങ്ങും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ഉത്തരവായി പുറത്തുവരും എന്ന് മാത്രമാണ് അതിനകത്ത് സൂചിപ്പിച്ചിരുന്നത്. അതിന്റെ രേഖകൾ എന്റെ പക്കലുണ്ട്. ഇത് ഓപ്പൺ ഡോക്യുമെന്റ് ആണ്. പൊതുസമൂഹത്തിന് ഇത് വിശദമായി പരിശോധിക്കാൻ സാധിക്കും. എനിക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും JRF ലഭിച്ചുകൊണ്ടിരുന്ന ഞാൻ അത് പൂർണ്ണമായും വേണ്ടെന്ന് വെച്ച് സർക്കാർ തീരുമാനിച്ചു തന്ന ഉത്തരവ് അംഗീകരിച്ചുകൊണ്ട് ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് യുവജന കമ്മീഷൻ അധ്യക്ഷയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. പിന്നീട് 2018 യുവജന കമ്മീഷന്റെ ചട്ടങ്ങൾ രൂപീകൃതമാകുന്നത്. ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന നിലയിൽ വനിതാ കമ്മീഷൻ പോലെ, മനുഷ്യാവകാശ കമ്മീഷൻ പോലെ, വിവരാവകാശ കമ്മീഷൻ പോലെ യുവജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷന്റെ ചട്ടങ്ങൾ 2018 മെയ് 26 പുറത്തുവരികയാണ്. 2018 മെയ് 26 എന്ന ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അന്ന് ചട്ടങ്ങൾ പുറത്തു വന്നു. ആ ചട്ടങ്ങൾക്കകത്ത് മറ്റെല്ലാ കമ്മീഷനുകളിലെയും പോലെ യുവജന കമ്മീഷൻ അധ്യക്ഷ എന്ന പദവിക്ക്, യുവജന കമ്മീഷൻ അധ്യക്ഷയ്ക്ക് അവരുടെ സാലറി 1,00,000 രൂപയാണ് എന്ന് നിജപ്പെടുത്തിക്കൊണ്ടാണ് ചട്ടങ്ങൾ പുറത്തുവന്നത്. 2018 പുറത്തു വന്നതാണ്. തുടർന്ന് 2018 ചട്ടങ്ങൾ പുറത്തു വന്നതിനു ശേഷം സർക്കാർ തീരുമാനിച്ചു തന്ന, നിയമസഭ അംഗീകരിച്ച ചട്ടങ്ങൾക്കകത്ത് പറഞ്ഞിരിക്കുന്ന തുക കൈപ്പറ്റി വരികയാണ്.